ഇപ്പൊ ബിഗ് ബോസ് ഭയങ്കര രീതിയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുക. ശരിക്കും അതിനകത്തൊരു മൈൻഡ് ഗെയിമർ ആരാ? ശരിക്കും എക്സാക്ട്ലി മൈൻഡ് ഗെയിമർ ഉണ്ടാവുമല്ലോ, അതാരായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? അത് നമുക്കിപ്പോൾ അറിയില്ല. അതിനാണ് നമ്മൾ ആഗ്രഹം അറിയിരിക്കുന്നത്. അതെ, ഉള്ളിലേക്ക് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ആണല്ലേ? അവിടെ നമ്മൾ വേറൊരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണോ? വേറെ ഒരു ലോകം, ലൈക്ക് ഒരു പ്ലാനറ്റിൽ നമുക്ക് കയറ്റി കൊടുത്തോട് കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്. ശരിക്കും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജിൻഡോയുടെ ഒരു ഫാൻ ബേസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടോ? ജിൻഡോ ശരിക്കും അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരാൾ തന്നെയാണ്. കാരണം ജാൻമണി പോയി, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആദ്യം പോയ ഒരാള്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഭയങ്കരമായിട്ട് ഫുള്ളി ഹാർട്ട് ടച്ചിങ് ആയി പോയി. അപ്പൊ ഇത് ജിൻഡോ ശരിക്കും ഒരു മൈൻഡ് ഗെയിമർ ആണോ? ശരിക്കും എന്താണ് ജിൻഡോനെ കുറിച്ച് പറയാനുള്ളത്? ജിൻഡോ ചേട്ടൻ മൈൻഡ് ഗെയിമർ ഒന്നുമല്ല. ജിൻഡോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആളൊരു സത്യം പറഞ്ഞൊരു പാവം ആളാണ്. പക്ഷെ കാരണം എനിക്ക് പേഴ്സണലി ജിൻഡോ ചേട്ടൻ അറിയാം. പക്ഷെ ജിൻഡോ ചേട്ടൻ കണ്ടിട്ടില്ല, ആ ടൈമിൽ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ പറഞ്ഞ രീതി ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവത്തില്ല. പക്ഷെ ഉള്ള കാര്യം മുഖത്തിൽ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ഹ്യൂമർ നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടം കൂടും. ബിക്കോസ് ഞാൻ പറയുന്നത് ഇപ്പൊ ആങ്കറായിട്ട് നിൽക്കുന്ന ലാലേട്ടൻ പോലും ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബിഗ് ബോസ് ചിരിച്ചിരിക്കുന്നേ കോമഡി, മൊത്തം കോമഡി. അതായത് ബിഗ് ബോസിന്റെ ഇത്രയും നാളും കണ്ടതിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ഒരാൾ തന്നെയല്ല. പിന്നെ ബാക്കിയുള്ളവരുടെ അതായത് പ്രണയം വർക്കൗട്ട് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? സ്നേഹിക്കട്ടെ. അല്ല, അവരുടെ എനിക്ക് തോന്നുന്നത് ആ ബിഗ് ബോസിന് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേമമാണോ അതോ ശരിക്കും റിയൽ ആണോ? അത് ശരിക്കും എന്താണ് ജാൻമണിക്ക് അതിൽ പറയാനുള്ളത്? പ്രേമവും കാര്യത്തിൽ ഞാൻ ഒബ്വിയസ്ലി ഒരു പറയാൻ പറ്റില്ല. കാരണം മനസ്സിൽ റിയൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗിൽറ്റി ഫീൽ ചെയ്യുന്നത് നല്ലത്. നമുക്ക് ഒന്നും പറയാനില്ലാത്തിരിക്കുന്നത് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പോകണം. അതാ നോക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതാ റിലേഷൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇഷ്ടം ഉണ്ടെങ്കിൽ ലെറ്റ് ദം ലീവ്. ഞാൻ എത്ര പറയത്തുള്ളൂ. കാരണം ഞാൻ ഉള്ളിലേക്ക് പറഞ്ഞത് ജസ്മിൻ ഗബ്രിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്, ഇഫ് യു പീപ്പിൾ ലൈക്ക് ഇറ്റ് ദാറ്റ് ഈസ് യുവർ ലവ്, യുവർ ലൈഫ്. വി ഡോണ്ട് ഹാവ് റൈറ്റ്സ്. നമുക്കൊരു റൈറ്റ്സ് അല്ല നമ്മുടെ ഒരാളുടെ റിലേഷൻ്റെ വേണ്ടി പറയാൻ വേണ്ടി. കാരണം എനിക്ക് ഇപ്പോൾ ജിൻറ്റുസിൻ്റെ കൂടെ എനിക്ക് ഒരു റിലേഷൻ ഉണ്ടോ, ആ റിലേഷനിൽ വേറെ ഒരാൾ വന്നിട്ട് എനിക്ക് ജാൻമണി ജിൻറ്റുസിൻ്റെ കൂടെ നീ റിലേഷൻ വെക്കേണ്ട പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് എന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ ഗബ്രി ജസ്മിൻ ഉണ്ടെങ്കിൽ ഗബ്രി ജസ്മിൻ്റെ ഇഷ്ടമാണ്. സോ നമുക്ക് ആ രണ്ട് പേരൊക്കെ നമ്മൾ ഒരിക്കലും പറയുന്ന ഒരു ശരിയില്ല. അതങ്ങനെയാണ് എനിക്ക് തോന്നി. അപ്പൊ ഗബ്രിയുടെ ഒരു പെർഫോമൻസ് ലെവൽ കണ്ടിട്ടാണ് ഗബ്രി ശരിക്കും അറിഞ്ഞു കളിക്കുന്ന ഒരാളാണ് പുള്ളി. ഹി നോസ്. കാരണം ബിക്കോസ് പറയാൻ കാരണം ഫസ്റ്റ് ഒക്കെ വന്ന വഴി പുള്ളി ഭയങ്കര സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് തുടങ്ങി. ജിൻഡിയോട് തന്നെ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പോ അതെന്താണ്? അപ്പൊ ഗബ്രി ഇതല്ല, പുറത്തേക്ക് ഇനി ഒത്തിരി വരാനുണ്ടോ ശരിക്കും? അത് പറയും ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും എന്റെ സ്വഭാവം കണ്ടല്ലോ, അതിങ്ങനെയാണ്. നമുക്ക് ദേഷ്യം പിടിക്കല് ഓട്ടോമാറ്റിക്കലി കയ്യിലേ പോകും. അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും ചോദിക്കുവാണ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ശരിക്കും ബിഗ് ബോസ് വിന്നർ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം 50 ദിവസം ആയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 75 ഡേയ്സ് കഴിഞ്ഞിട്ട് മനസ്സിലാവും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദിയാണ്. താങ്ക് യു.